പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നൊരു വേട്ടാവളിയന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള കുത്തവകാശം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു രാജ്യസ്നേഹി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവനെ വിശേഷിപ്പിക്കാം. ഒന്നാം തരം വേട്ടാവളിയനാണ്, ഒന്നാം തരം കറ തീർന്ന RSS കാരനാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കഴിഞ്ഞ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ നടന്നിരുന്നു. കാരണം നമ്മളെല്ലാവരും, ലോകത്തുള്ള എമ്പാടുമുള്ള ആൾക്കാർ, നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തൃശ്ശൂർ പൂരത്തെ ഏത് കാഴ്ചപ്പാടിലാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടൊക്കെ അവർ ചിലപ്പം ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഈ വെടിക്കെട്ടും അതോടൊപ്പം തന്നെ പല പല പ്രഗത്ഭന്മാരുടെ വാദ്യമേളങ്ങളൊക്കെ കേൾക്കാനാണ് ഈ തൃശ്ശൂർ പൂരം കാണാനായിട്ട് എല്ലാവരും അവിടെ എത്തുന്നത്. അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. ഒരു പക്ഷേ ചിലപ്പം ഹിന്ദുമത ആചാരപ്രകാരങ്ങളാണ് അവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഉത്സവത്തെ എല്ലാവരും എന്താ പറയുക, വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രാവശ്യം നടന്നിട്ടുള്ള ചില കോലാഹലങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ, അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരാണോ ആ ഇലക്ഷനിൽ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ചത്, അവർക്ക് കോട്ടങ്ങൾ മാത്രം ലഭിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ നമുക്കറിയാം. അത് തന്നെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ വേണ്ടി ആരാണോ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മളൊക്കെ ചോറാണ് തിന്നുന്നത്, നമ്മുടെയൊക്കെ തലയിൽ ചാണകമല്ല. ഈ 2:45 മണിക്കൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് സുരേഷ് ഗോപി ഈ സ്ഥലത്തൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ഭരണസമിതിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രവൃത്തിയിലൊക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ചീറ്റിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാരും ചേറെ ഞരമ്പ് രോഗികളൊക്കെ ഇങ്ങനെ വാർത്തയുമായിട്ട് ഇറങ്ങുക, ഞങ്ങൾ ഹിന്ദുക്കളുടെ ആൾക്കാരാണ്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിലവന്മാർ വരും. സത്യത്തിൽ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇതിൻ്റെ പിന്നിൽ കളിച്ചതും എന്ത് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. അത് നമ്മളെ മനസ്സിലാക്കി തരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും ഈ ശ്രീ ചൊറായി എന്ന് പറയുന്ന ഒരു സാധനം, കാരണം നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ വർഗീയത വിളമ്പുന്ന വൃത്തികെട്ട. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാനുണ്ട്. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. തുടർന്ന് അങ്ങോട്ടും അത് തന്നെ ഉണ്ടാകണം. നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ശ്രീജറായാണ്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് രാംലല്ലയുടെ വിഗ്രഹവും അതുപോലെ ശ്രീരാമദേവൻ അമ്പ ചെയ്യണതും ഹനുമാന്റെ ചിത്രവും ഹനുമാന്റെ മുകളിലെ ശ്രീരാമന്റെ ചിത്രമൊക്കെ വന്ന കൊടകളൊക്കെ ഉയർത്തിയപ്പോൾ തന്നെ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്. മീഡിയ വൺ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് 3 പേര് കസേരയിലിരുന്ന് വർഗീയ ചർച്ച നടത്തുന്ന ചർച്ചയില്ലേ, അതിനകത്ത് ഇത് ഉൾപ്പെടുത്തുമെന്ന് അന്ന് വിചാരിച്ച പോലെ തന്നെ അവരത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുടമാറ്റത്തെ വർഗീയമായും രാഷ്ട്രീയമായിട്ടൊക്കെ തിരിച്ചുകൊണ്ട് മതപരമായിട്ടൊക്കെ വേർതിരിച്ചുകൊണ്ട് ഉള്ള ചർച്ചകൾ അവർ നടത്തുന്നുണ്ട്. ഈ ചർച്ചകൾ നടത്തുന്ന മീഡിയ വണ്ണിന്റെ ആ 3 പറയാനുള്ളത്, ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനവും അവിടുത്തെ ഉത്സവമൊക്കെ നടത്തുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു വിശ്വാസികൾ അവരത് നടത്തിക്കോളും. അവിടെ കുടമാറ്റത്തിൽ ആരുടെയൊക്കെ ചിത്രം പൊക്കണം, കുടയായിട്ട് വെക്കണം എന്നൊക്കെ അവർ തീരുമാനിച്ചോളും. എന്തിനാണ് ഈ 3 അവിടെ കസേരയിൽ നിന്നിട്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ ഇടപെട്ട് അത് വർഗീയമായിട്ട് ചിന്തിച്ച് ആൾക്കാരുള്ളിൽ വികാരവും വിചാരവും ഒക്കെ ഉണ്ടാക്കി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മീഡിയ മുക്കാലെ അപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ ചിത്രങ്ങൾ എവിടെ ഉയർത്തണം, എവിടെ വെക്കണം, ഏത് കുടയിൽ ഉൾപ്പെടുത്തണം ഒക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ തീരുമാനിച്ചോളാട്ടാ. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമാണ്, ഉദ്ദേശമുണ്ട്. കാരണം ഇവിടെ ആവശ്യമില്ലാണ്ട് ഈ ശ്രീരാമദേവനെയൊക്കെ ഇവിടെ ഹിന്ദു സമൂഹം, ഈ മതേതരവാദികൾ എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ നിന്നൊക്കെ അകറ്റാനുള്ള നിങ്ങളുടെ ശ്രമമാണ് നിങ്ങൾ ഈ പറയണത് എന്നൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് കൃത്യവും വ്യക്തവുമാണ്. നിങ്ങൾ 3 പേര് ചർച്ച നടത്തുമ്പോൾ തന്നെ വന്നിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമാണ്. വർഗീയത പറയാൻ വന്നിട്ടുണ്ട്, ആളുകളുടെ ഇടയിലിട്ട് കുത്തിത്തിരിപ്പ് ഇറക്കാൻ വന്നിട്ടുണ്ടെന്നുള്ളത്. ഏതായാലും ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ് പരിപാടിയുടെ പേര്. ഇത് യൂട്യൂബിന്റെ ഈ ചാനലിന്റെ അടിയിലെ കമന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. നല്ല അസലായിട്ട് ചീത്തയിട്ടുണ്ടിരിക്കുന്നത്. എന്തിന് ഇവര് പ്രതിദാനം ചെയ്യണ ആ മതവിഭാഗത്തിലെ ആളുകൾ വരെ ഈ കുത്തിത്തിരിപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല അസലായിട്ട് മീഡിയ വണ്ണിനെതിരെ, മീഡിയ മുക്കാലിനെതിരെ
കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഈ കുത്തിത്തിരിപ്പൊക്കെ നടത്തിയിട്ട് വെറുതെ തമ്മിൽ ആരെ തല്ലിപ്പിക്കാൻ നോക്കണം? ഈ നിങ്ങളുടെ ഈ സംസാരമില്ല, ഈ 3 പേരും കൂടിയിരുന്നുള്ള സംസാരം, ഈ സംസാരം പോണത് വീണ്ടും നിങ്ങളൊരു നിരോധനത്തിലോട്ട് ആക്കും. കാരണം ആളുകളുടെ ഇടയിലോട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുത്തി ഇങ്ങനെ കൊണ്ടുവന്നാല് മക്കളെ കിടന്ന് മോങ്ങണ്ടി വരോട്ടാ. അപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒരിക്കൽ കൂടി പറയാനുണ്ട്, ഹിന്ദുക്കളുടെ കാര്യം ഞങ്ങൾ ഹിന്ദുക്കൾ നോക്കിക്കോളാം ട്ടാ. ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള കുത്തവകാശം ഏറ്റെടുത്തിരിക്കുന്ന ഒരാളാണ് ശ്രീ ചൊറായി. കേട്ടല്ലോ അല്ലേ? മീഡിയ വൺ എന്ന് പറയുന്ന മുക്കാലിനകത്തിരുന്ന് 3 പേരിരുന്നു കൊണ്ട് നടത്തുന്ന ഈ വർഗീയ പ്രസ്താവനകൾ. സത്യത്തിൽ ഈ വീഡിയോ കുറച്ച് മുമ്പ് ഉള്ള, അതായത് തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതിപ്പോൾ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇതുപോലുള്ള ചില വിഡ്ഢികൾ, ഇതുപോലുള്ള ചില ഊളകൾ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പോൾ ഇവനിക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ അനക്കാനായിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കൊന്നും യാതൊരുവിധ തരത്തിലുള്ള ആർജവും ഇല്ല എന്നുള്ളതാണ്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന കമന്റുകളെ കുറിച്ചിട്ട് ഇവൻ പറയുന്നുണ്ടല്ലോ. സകലമാന ചാണകങ്ങളും വന്നിട്ട് സത്യം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് തെറിയും തെമ്മാടിത്തരവും പറയും. എനിക്കെതിരെയും പറയാറുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പൊ അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് അങ്ങ് പോകുമെന്നല്ലാതെ സത്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അത് ഇതുപോലുള്ള വാണങ്ങൾ വന്നാലൊന്നും അവൻ്റെ മുമ്പിൽ അടിയറ വെക്കുന്ന സ്വഭാവം എന്തായാലും നമുക്കില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ അത് പറയുക തന്നെ ചെയ്യും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതുപോലുള്ള ചില വാണങ്ങളെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് ടി എന്റർടൈൻമെന്റ്.